ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാംഗോ പുഡിംഗ് ആണ്. നോക്കൂ ഡിയേഴ്സ്, ഞാൻ ഈ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ അളവിലുള്ള 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ അതിനായിട്ട് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല്, അതേപോലെ ഒരു 1/2 കപ്പിൽ വേറെയും പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോൺഫ്ലവർ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്പൂണിന്, ചെറിയ സ്പൂണിന് ഏകദേശം ഒരു 2.25 സ്പൂണ് കോൺഫ്ലവർ ആണുള്ളത്. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ പഞ്ചസാരയും പാലും വെച്ചിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അളവില്ല 2 മാങ്ങ നന്നായിട്ട് ചെത്തി വെച്ചിട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഈ പഞ്ചസാര, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊരു ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പാൽ ഒഴിക്കുകയാണ്. ഇത് നോക്കൂ, നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവർ ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക്, ആ കോൺഫ്ലവർ മിക്സിലേക്ക് ഞാൻ കുറച്ച്, അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് ഞാൻ അത് ഉപയോഗിക്കാൻ കാരണം. കണ്ടൻസ്ഡ് മിൽക്കും കോൺഫ്ലവറും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലുള്ള മാങ്ങ കഷ്ണങ്ങളും അതേപോലെ പഞ്ചസാരയും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പാലൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ മാങ്ങയും അതേപോലെ പഞ്ചസാരയും പാലും കൂടിയിട്ട് അടിച്ചു വെച്ചതാണ്. ഇനി നമ്മൾ ഇത് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാതും, അതായത് മാങ്ങയും പഞ്ചസാരയും പാലൊക്കെ നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പാകത്തിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത് കേട്ടോ. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ എപ്പോഴും നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിന് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊക്കെ നന്നായിട്ട് തിളച്ച സൈഡിലോട്ടൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണുമെന്ന്, എന്ത് പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് തിളപ്പിച്ച പാലാണോ അതോ പച്ച പാലാണോ എന്നുള്ളത്. ഞാൻ തിളപ്പിച്ച് ആറിയ പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നേരിട്ട് പാൽ അങ്ങനെ ഉപയോഗിച്ചതല്ല. ഇത് നമ്മൾ കുറച്ചതാ കുറുകി വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇനി ഞാൻ ഈ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുള്ള പാൽ അതിലേക്ക് ഒഴിക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, കോൺഫ്ലവർ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യത. നമ്മൾ ആ കോൺഫ്ലവർ മിക്സിങ് ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ അവസ്ഥ ഇതേ പരുവത്തിലായിട്ടുണ്ട്. ഇതേ പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റിയിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിക്കാം. ഇതാ ഞാൻ ഈ ബൗളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിക്കോളൂ, ഇതാണ് അതിൻ്റെ പാകം. അതിൽ ഞാൻ കുറച്ച് വെണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ. ഇങ്ങനെ നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നോക്കൂ ഡിയേഴ്സ്, നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ ആണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഞാനതൊന്ന് അടച്ചിട്ട് വെക്കുകയാണ്. ഇനി ഇത് അല്പസമയം, ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെ തട്ടിൽ വെച്ചോളൂ. ഇനി നമുക്ക് അതിന് ശേഷം ഒന്ന് കാണാം. നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നൈസ് പുഡിംഗ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം, നട്ട്സ്, പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. വെരി നൈസ് പുഡിംഗ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നോക്കൂ, വെരി നൈസ് പുഡിംഗ്, ടേസ്റ്റി പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം, ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ മാംഗോ പുഡിംഗ് ഒന്ന്
കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കൂ, ഇത് വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സ്വീറ്റാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.